എല്ലാ പ്രിയപ്പെട്ട കാർട്ടൂൺ പ്രേമികൾക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാദമിയുടെ പുതിയൊരു കാർട്ടൂൺ ഡെമോൺസ്ട്രേഷനിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ഇന്ന് നമ്മുടെ കേരളം ഭരിക്കുന്നത് രാഷ്ട്രീയമാണോ അതോ ഗുണ്ടായിസമാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ബോംബ് സ്ഫോടനവും തല്ലിക്കൊല്ലലും പിടിച്ചുപറിയും അങ്ങനെ നിരവധി ഗുണ്ടാ കേസുകളാണ് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇന്നിപ്പോൾ ഇന്നത്തെ പത്രത്തിൽ വന്നിരിക്കുന്ന വാർത്ത DGP കമ്മീഷണർമാരെ വിമർശിച്ചു എന്നാണ്. അതായത് ഗുണ്ടകളെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് ആരോപിച്ച് DGP കമ്മീഷണർമാരെ വിമർശിച്ചു എന്നാണ് വാർത്ത പറയുന്നത്. പക്ഷെ സത്യം പറഞ്ഞ ഈ DGP തന്നെ പരാജയമല്ലേ? അതല്ലേ ഈ കേരളം മുഴുവൻ ഇങ്ങനെ ഗുണ്ടകൾ അഴിഞ്ഞാടുന്നത്. ഗുണ്ടകള് മറ്റേ ചാനൽ വന്നിരുന്ന് തങ്ങളുടെ ഭാഗം ന്യായീകരിക്കുന്ന അവസ്ഥയാണ് ഇപ്പം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഒരു ഗുണ്ടത്തലവൻ വന്നിരുന്ന് പോലീസിന്റെ സേവനത്തെയൊക്കെ മുക്തകണ്ഠം പ്രശംസിക്കുന്നുണ്ട്. ഭയങ്കര ഇതെന്ത് വെള്ളരിക്കപ്പെട്ടതെന്ന് നമുക്ക് തോന്നിപ്പോകും. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത് നമ്മുടെ രാഷ്ട്രീയക്കാര് ഈ സത്യം പറഞ്ഞാൽ ഇതിനകത്തുനിന്ന് വ്യത്യസ്തമാണോ? ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം മേയറുടെയും ഭർത്താവിന്റെയും അവസ്ഥ നമ്മൾ കണ്ടു. അത് സത്യം പറഞ്ഞാൽ അതൊരു ഗുണ്ടായിസമല്ലേ? KSRTC ബസ്സിന് വട്ടം വെച്ചൊരു കാറ് കൊണ്ടിട്ട് അതിനകത്ത് KSRTC ബസ്സിലെ ആളുകളെ ഇറക്കി വിടുക, എന്നിട്ട് പിന്നെ ഡ്രൈവറുമായിട്ട് വാക്കേറ്റം നടത്തുക, വണ്ടിയുടെ ഓട്ടം നിർത്തുക, ഇതൊക്കെ കേട്ടുകേഴ്വിയില്ലാത്ത സംഭവമാണ്. ഇന്നിപ്പം വേറൊരു ജില്ലാ കൗൺസിൽ ഒരു കൗൺസിലർ ഭർത്താവുമായിട്ട് ചേർന്ന് ആശുപത്രിയിൽ അറ്റൻഡർ ഈ സെക്യൂരിറ്റി ജീവനക്കാരെ മർദ്ദിച്ചായിട്ടുണ്ട്. അതായത് രാഷ്ട്രീയ നേതാക്കന്മാരും അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിരിക്കുന്നവരൊക്കെ അങ്ങ് ഗുണ്ടായുസമായിട്ട് അങ്ങ് ഇറങ്ങുകയാണ്. അവരവർക്ക് ഇച്ചിരി അധികാരം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇച്ചിരി ജനങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെ അവര് ഗുണ്ടകളായിട്ട് മാറുകയാണോ? ഇവിടെ നിയമവും നീതിന്യായ വ്യവസ്ഥയൊന്നും ഇല്ലേ? അങ്ങനത്തെ അവസ്ഥയാണ്. അതായത് നമുക്ക് ഗുണ്ട ഏതാ ഗുണ്ട അല്ലാത്തവരേതാന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ കാർട്ടൂൺ വരയ്ക്കുന്നത്. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഈ ഗുണ്ട കാർട്ടൂണിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ആ കാർട്ടൂണിന്റെ റഫ് നമ്മൾ ഇട്ട് തുടങ്ങുവാണ്. നമ്മൾ ആദ്യം ഒരു കോരനെയാണ് വരയ്ക്കുന്നത്. ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ. ഈ മറ്റേ ഗുണ്ടകൾ നവകേരളമാണല്ലോ ഇത്. അപ്പം നവകേരളത്തിൻ്റെ പാചകപ്പുരയാണ്. നവകേരളം തയ്യാറാക്കുകയാണ്. അപ്പം നവകേരളമാണോ നവഗുണ്ടളം ആണോ എന്ന് നമുക്കൊരു സംശയമുണ്ട്. അപ്പം ഈ നവകേരളത്തിൻ്റെ പാചകപ്പുരയിൽ തയ്യാറാക്കുന്ന ഈ വിഭവം കണ്ടിട്ട് അന്തം വിട്ട് ഇരിക്കുകയാണ് ഈ പാവപ്പെട്ട ആള്. ഇത് നവകേരളത്തിൻ്റെ പാചകപ്പുരയിലെ അടുക്കളയാണ്. അടുക്കളയുടെ കല്ല് നിർമ്മിച്ചിരിക്കുന്നത് 2 ബോംബ് വെച്ചിട്ടാണ്. ആ ബോംബിൻ്റെ പുറത്താണ് പാത്രം വെച്ച് ഗുണ്ട നവകേരളം തയ്യാറാക്കുന്നു. നവകേരളം ചുട്ടെടുക്കുകയാണ്. ചുട്ടെടുക്കുക എന്ന് വെച്ചാൽ പ്രിപ്പയർ ചെയ്ത് പാചകം ചെയ്ത് പുഴുങ്ങിയെടുക്കുക നവകേരളം. അത് പുഴുങ്ങിയെടുക്കുന്നത് നമ്മുടെ ഗുണ്ടകളാണ്. അതാണ് ഈ കാർട്ടൂണിൻ്റെ പ്രധാന ഒരു ആകർഷണം. അതാണ് അതിൻ്റെ എന്തോ ഗുണമുള്ള കാര്യമാണെന്ന് വെച്ചിട്ടാണ് കോരനിങ്ങനെ പാത്രം കൊണ്ടിരിക്കുന്നത്. പക്ഷെ സംഭവിക്കുന്നത് ഇതാണ്.
അപ്പോൾ കാർട്ടൂൺ കഴിഞ്ഞിട്ടുണ്ട്. നവകേരളം പുഴുങ്ങിയെടുക്കുകയാണ്. ഈ കോരൻ ഈ പുഴുങ്ങിയെടുക്കുന്ന നവകേരളം കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. അത് കാർട്ടൂണിൽ നിന്ന് വിട പറയുന്നു കാർട്ടൂണിസ്റ്റ് ഹക്കു.